കോട്ടയം നഗരസഭയിൽ നിന്നും 211 കോടി രൂപ കാണാതായ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് മന്ത്രി എം.ബി. രാജേഷ്. സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ ഉന്നയിച്ച സബ്മിഷന് മറുപടി പറയുമ്പോഴാണ് മന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നഗരസഭയിലെ LDF അംഗങ്ങൾ മന്ത്രിയെ കണ്ട് നേരിട്ട് പരാതിയും നൽകി. പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കലാണ് കോട്ടയം നഗരസഭയിലെ ക്രമക്കേട് നിയമസഭയിൽ ഉന്നയിച്ചത്. കാലങ്ങളായി UDF ഭരിക്കുന്ന ആ നഗരസഭയിൽ ഇക്കഴിഞ്ഞ നാളുകളിൽ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് 7 അക്കൗണ്ടുകളിലായി 211 കോടി രൂപ കാണാനില്ല എന്നുള്ള വളരെ വലിയ തോതിലുള്ള ഒരു അഴിമതിയുടെ ചിത്രമാണ് സാർ. ഇവിടെ നഗരസഭയിലേക്ക് ലഭിക്കുന്ന ചെക്കുകളും ഡ്രാഫ്റ്റുകളും നഗരസഭയുടെ അക്കൗണ്ടുകളിലേക്ക് വരുന്നില്ല, മറ്റെവിടേക്കോ ആ പണം പോകുന്നു എന്നുള്ളത് ആണ് സാർ. ഇതിനുള്ള മന്ത്രി എം.ബി. രാജേഷിന്റെ മറുപടി ഇങ്ങനെ: ക്രമക്കേടിന്റെ വ്യാപ്തിയും ആഴവും കണ്ടെത്തുന്നതിനും ക്രമക്കേടിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ പേരിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുന്നതിനുമായി ഈ വിഷയത്തിൽ സംസ്ഥാന പോലീസിന്റെ വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതാണ് എന്ന് ഈ സഭയെ അറിയിക്കുകയാണ്. ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നഗരസഭയിലെ LDF അംഗങ്ങൾ മന്ത്രിയെ നേരിൽ കണ്ട് അപേക്ഷയും നൽകി. തിരുവനന്തപുരത്തെത്തിയാണ് കൗൺസിലർമാർ മന്ത്രിക്ക് പരാതി കൈമാറിയത്. തദ്ദേശ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് അടക്കമുള്ളവർക്ക് ഈ കാര്യത്തിൽ കൃത്യമായ ധനമന്ത്രി അടക്കമുള്ളവർക്ക് ഈ വിവരങ്ങൾ എഴുതി കൊടുക്കുകയും മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് ഓൺലൈനായിട്ട് പരാതി കൊടുത്തു. വിജിലൻസ് അന്വേഷണത്തിലൂടെ ക്രമക്കേട് പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.